നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചാണ്. അതായത് യൂട്യൂബ് ഷോർട്ട് വീഡിയോസ്, അതായത് യൂട്യൂബ് ഷോർട്സ് എന്ന് പറയും. ആ യൂട്യൂബ് ഷോർട്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അതായത് ഒന്നാമത്തേന്ന് വെച്ചാൽ എന്താണ് യൂട്യൂബ് ഷോർട്സ്, രണ്ടാമത്തേന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം, മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെയൊക്കെ വിസിബിൾ ആയിരിക്കും, ആ യൂട്യൂബ് ഷോർട്സ് വിസിബിൾ ആവുന്ന ഏരിയാസ്, നാലാമത്തേന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്സിൽ ഏതെങ്കിലും കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ അടിക്കോ, അഞ്ചാമത്തേന്ന് വെച്ച് നമ്മുടെ യൂട്യൂബ് ഷോർട്സിലെ വീഡിയോസിന്റെ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ കൗണ്ട് ചെയ്യും. അതായത് നമ്മൾ 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രൈറ്റീരിയ നമുക്ക് കിട്ടിയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്രൈറ്റീരിയയിൽ ഇത് കൗണ്ട് ചെയ്യും, ഇതിന്റെ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കൗണ്ട് ചെയ്യും. പിന്നെ ആറാമത്തേന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്സിന്റെ വീഡിയോസ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, അതായത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഏഴാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഷോർട്സിന്റെ ബെനിഫിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ യൂട്യൂബ് റിലേറ്റഡ് ടിപ്സും ട്രിക്സും ടെക്നോളജി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻജോയ് ടെക്നോളജി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെന്ന് വെച്ചാൽ എന്താണ് യൂട്യൂബ് ഷോർട്സ് എന്നാണ്. യൂട്യൂബ് ഷോർട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ പോയ പിന്നെ യൂട്യൂബ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ടിക്ടോക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് വേറൊരു ആപ്പായിട്ടല്ല, ഇപ്പം നമ്മുടെ നിലവിൽ നമ്മുടെ യൂട്യൂബ് സാധാ യൂട്യൂബ് ആപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ, ഇത് ഒരു വീഡിയോ യൂട്യൂബ് ഷോർട്ട് ആവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അത് 60 സെക്കൻഡിൽ താഴെ ആയിരിക്കണം, അതായത് 1 മിനിറ്റ് താഴെ ആയിരിക്കണം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർട്രേറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ സ്ക്വയർ ആയാലും കുഴപ്പമില്ല, പോർട്രേറ്റ് വീഡിയോ ആയിരിക്കണം. ഇങ്ങനത്തെ ഹൊറിസോണ്ടൽ വീഡിയോ ആയിരുന്നു, പോർട്രേറ്റ് വീഡിയോ ആയിരിക്കണം. അത് ആ 2 ക്രൈറ്റീരിയ നമ്മൾ നോക്കിയാൽ മാത്രമാണ് നമ്മുടെ അത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ 2 ക്രൈറ്റീരിയ വേണം. അപ്പോൾ ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടിക്കൽ ആയിരിക്കണം, രണ്ടാമത്തേന്ന് വെച്ചാൽ 60 സെക്കൻഡിൽ താഴെ ആയിരിക്കണം, 60 സെക്കൻഡിൽ താഴെ. അങ്ങനെ 2 ക്രൈറ്റീരിയ നിങ്ങൾ ശ്രദ്ധിക്കണം യൂട്യൂബ് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാമറ വെച്ചിട്ട് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് 60 സെക്കൻഡിൽ താഴെയുള്ള ഒരു വീഡിയോ, പോർട്രേറ്റ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം. സാധാരണ നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് വീഡിയോ കൊടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ക്രൈറ്റീരിയ ഉണ്ട്, അത് പെട്ടെന്ന് ഷോർട്സ് ആണെന്ന് യൂട്യൂബിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്നുള്ള ഹാഷ്ടാഗ് ആഡ് ചെയ്യണം, ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ. 2 ആഡ് ചെയ്താലും കുഴപ്പമില്ല, ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഹാഷ്ടാഗ് ഷോർട്സ് എന്നുള്ളത് ആഡ് ചെയ്തിട്ട് നമുക്ക് 60 സെക്കൻഡ് വരെയുള്ള ഒരു പോർട്രേറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്സ് ആയിട്ട് യൂട്യൂബ് കൺസിഡർ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ആപ്പ് തന്നെ തുറന്നു കഴിയുമ്പോൾ അതിൽ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ആഡ് മ്യൂസിക് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈമർ ഉണ്ട്, സ്പീഡ് ഉണ്ട്, പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഗാലറിയിൽ നിന്ന് വേറെ വീഡിയോസ്. അപ്പോൾ ഇതിൽ നമ്മൾ റെക്കോർഡ് ബട്ടണിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ്ങിനെ അത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. അത് വിട്ട് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. പക്ഷേ ഒറ്റയാക്കി എത്തി കഴിഞ്ഞാൽ അങ്ങനെ റെക്കോർഡായി പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷനാണ് നമ്മുടെ ടിക്ടോക്കിലെ അതേ ഓപ്ഷൻ. പിന്നെ ക്യാമറ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ നിന്ന് ഈ റെക്കോർഡിങ് വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 സെക്കൻഡാണ് കിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗാലറിയിൽ നിന്നൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60 സെക്കൻഡ് വരെ കിട്ടും. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും എഡിറ്റർ വെച്ച് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60 സെക്കൻഡ് വരെ നമുക്ക് യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫീച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 സെക്കൻഡ് വരെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചില ഫോണിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ, ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ ചില ഫോണിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും എഡിറ്റർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്നുള്ളൊരു ഹാഷ്ടാഗ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഈ ഒരു ഫീച്ചർ വെച്ചിട്ടല്ല ചെയ്തത്, ചുമ്മാ അപ്ലോഡ് ചെയ്തു, ഹാഷ്ടാഗ് ഷോർട്സ് ഇട്ട്. അപ്പോൾ അത് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. അപ്പോൾ 200+ വ്യൂസ് കയറി, നിങ്ങൾ കാണുന്നല്ലോ, 200+ വ്യൂസ് കയറി. ഒറ്റ സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്ത ചാനലാണ്, എന്നിട്ട് 200+ വ്യൂസ് പെട്ടെന്ന് തന്നെ കയറി. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് യൂട്യൂബ് ഷോർട്സ് എവിടെയൊക്കെ വിസിബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് വിസിബിൾ ആവുന്ന മെയിൻ ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഹോം പേജിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സ്റ്റോറീസ് പറയുന്നത് വിസിബിൾ ആവും. പിന്നെ ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഇങ്ങനെ നമ്മുടെ എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷോർട്സ് എന്ന് പറഞ്ഞ ഏരിയ ഇടയ്ക്ക് കാണിക്കാറുണ്ട്.
പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് വിസിബിൾ ആവും. പിന്നെ ഇതും കൂടാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ചിലും വിസിബിൾ ആവും. ഈ 4 ഏരിയാസിലാണ് മെയിനായിട്ട് വിസിബിൾ ആവുന്നത്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് നമ്മൾ സെർച്ച് പോലും ചെയ്യാണ്ട് നമ്മുടെ റെക്കമെൻഡേഷൻ പോലെ നമ്മുടെ ഹോം പേജിലും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ താഴെയായിട്ടും വരും. അതാണ് യൂട്യൂബ് ഷോർട്സിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പറ്റുന്നത് യൂട്യൂബ് ഷോർട്സിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോപ്പറേറ്റഡ് കണ്ടന്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കോപ്പറേറ്റ് ക്ലെയിമോ കോപ്പറേറ്റ് സ്ട്രൈക്കോ അടിക്കുമോ എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്ത വീഡിയോയുടെ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. ആ വീഡിയോയിൽ എനിക്ക് കോപ്പറേറ്റ് ക്ലെയിം അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഈ കാണുകയാണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് ക്ലെയിം അടിക്കും. ഇപ്പോൾ കോപ്പറേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് ക്ലെയിം അടിക്കും. പിന്നെ നമ്മൾ ഈ ക്രിയേറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആ ഒരു ഫീച്ചർ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് ക്ലെയിം ആണ് അടിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ മ്യൂസിക് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് വരെ അടിച്ചേക്കാം യൂട്യൂബ് വരെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കോപ്പറേറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ അടിച്ചേക്കാം. ക്ലെയിം എന്തായാലും അടിക്കും, സ്ട്രൈക്ക് ചിലപ്പോൾ അടിക്കും നമ്മൾ പുറത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്ത മ്യൂസിക് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് അടിക്കാൻ ചാൻസ് കുറവാണ്. കോപ്പറേറ്റ് ക്ലെയിമാണ് അടിക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പറ്റുന്നത് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ നിന്നുള്ള ഒരു വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും, യൂട്യൂബ് ഷോർട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പാർട്ട്ണർ പ്രോഗ്രാമിൽ കൗണ്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മുടെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും അയാളാണ് ഒരു യൂട്യൂബറിന് ഏണിങ്സ് കിട്ടി തുടങ്ങുള്ളൂ, മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 4000 വാച്ച് അവർ എന്നുള്ള ക്രൈറ്റീരിയയിൽ നമ്മുടെ വാച്ച് അവർ കൺസിഡർ ചെയ്യുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ 4000 വാച്ച് അവർ എന്നുള്ള ക്രൈറ്റീരിയയിൽ നമ്മുടെ ഷോർട്സിൽ നിന്നുള്ള വാച്ച് അവർ കൺസിഡർ ചെയ്യില്ല. നമ്മുടെ 4000 വാച്ച് അവർ എന്നുള്ള ക്രൈറ്റീരിയയിൽ നമ്മുടെ ഷോർട്സിൽ നിന്നുള്ള യൂട്യൂബ് ഷോർട്സിൽ നിന്നുള്ള വാച്ച് അവർ കൺസിഡർ ചെയ്യില്ല. പക്ഷേ യൂട്യൂബ് ഷോർട്സിൽ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയയിൽ പാർട്ട്ണർ പ്രോഗ്രാമിൻ്റെ ക്രൈറ്റീരിയയിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മാത്രം കൺസിഡർ ചെയ്യും, നമ്മുടെ വാച്ച് അവർ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ചെയ്ത് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അതായത് യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള യൂട്യൂബിൻ്റെ ഒരു അവരുടെ പോളിസിയിൽ തന്നെ അവർ പറഞ്ഞാണ് യൂട്യൂബ് ഷോർട്സ് എന്നുള്ള വീഡിയോസ് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ഷോർട്ട് വീഡിയോയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ അവസാനം ഒക്കെ ആയിട്ട് ആഡ് കൊണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ അത് കാണില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോകില്ല. നമ്മൾ ഈ ടിക്ടോക്ക് പോലെ തോണ്ടി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിലൊക്കെ ആയിട്ട് ആഡ് വന്നു കഴിയുമ്പോൾ ആൾക്കാർ കാണില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഷോർട്സ് നിലവിൽ യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ കോപ്പറേറ്റഡ് കണ്ടന്റും ഉണ്ട്, അതുകൊണ്ട് തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ഷോർട്ട് അല്ലാത്ത വീഡിയോ ആണ് ഇട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നമുക്ക് കോപ്പറേറ്റ് ക്ലെയിം അടിച്ചാണെങ്കിൽ നമുക്ക് ഹാഫ് മണി ചിലപ്പോൾ റവന്യൂ നമുക്ക് കിട്ടിയേക്കാം. അവരുടെ കോപ്പറേറ്റ് ഓണറിൻ്റെ അനുസരിച്ച് അവർ ചിലപ്പോൾ നമുക്ക് റവന്യൂ ഷെയർ ചെയ്യും. നമ്മുടെ റവന്യൂ അവർക്കും കൊടുക്കും, അവർ കുറച്ച് റവന്യൂ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള രീതിയിൽ ഷെയർ ചെയ്യും. പക്ഷെ ഷോർട്ട് വീഡിയോസ് ഏതിട്ടാലും ഇപ്പം നമ്മുടെ തന്നെ കോപ്പറേറ്റ് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഷോർട്ട് എന്നുള്ളൊരു കാറ്റഗറിയിൽ വന്ന വീഡിയോസിന് നമുക്ക് റവന്യൂ കിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഷോർട്ട് എന്നുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസിന് നമുക്ക് റവന്യൂ കിട്ടില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സിൻ്റെ വാച്ച് അവർ കൗണ്ട് ചെയ്യില്ല. യൂട്യൂബ് ഷോർട്സിൻ്റെ വീഡിയോസ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നാണ് നിങ്ങൾ ആലോചിക്കണമെങ്കിൽ ഞാൻ പറയാം. യൂട്യൂബ് ഷോർട്സ് എന്നുള്ള വീഡിയോസ് ഞാൻ ഒറ്റ സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്ത ഈ ഒരു വീഡിയോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ 200+ വ്യൂസ് പെട്ടെന്ന് തന്നെ കയറി. അതുമാത്രമല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് നമ്മൾ സാധാ ഒരു വീഡിയോസിനെക്കാളും കൂടുതൽ യൂട്യൂബ് പുഷ് ചെയ്യും, ആൾക്കാരുടെ അടുത്ത് എത്തിക്കും. പിന്നെ കാണിച്ച ആൾക്കാരുടെ അടുത്ത് തന്നെ പിന്നെയും സ്റ്റോറി ആയിട്ട് ഇതിങ്ങനെ കാണിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ പോലും ചിലപ്പോൾ ഒന്നുകൂടി കാണുമ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നമുക്ക് യൂട്യൂബ് ഷോർട്സിൻ്റെ റീച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂസ് കൂടുതൽ കിട്ടും. ആ വ്യൂസിൽ നിന്ന് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. ഇപ്പോൾ ഒരു 200K വ്യൂസ് കയറിയ യൂട്യൂബ് ഷോർട്സ് ആണെങ്കിൽ അതിലൊരു 10K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെങ്കിൽ നമുക്ക് അധികം ഏണിങ്സ് കിട്ടിയില്ലെങ്കിലും ആ സബ്സ്ക്രൈബേഴ്സ് വേറെ വീഡിയോസ് നമ്മൾ കാണും, നമ്മുടെ ചാനലിൽ കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. നമ്മുടെ ചാനൽ പെട്ടെന്ന് വളർത്താനായിട്ട് യൂട്യൂബ് ഷോർട്സ് നമുക്ക് നല്ലതാണ്. അതായത് യൂട്യൂബ് ഷോർട്സിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാം, വ്യൂസ് ഗെയിൻ ചെയ്യാം. വ്യൂസ് പക്ഷേ നമുക്ക് വാച്ച് ടൈം നമുക്ക് ഗെയിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ വ്യൂസ് ഗെയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാം. മൊത്തത്തിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് തന്നെ മാറും. ഒരു ഷോർട്ട് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ റീച്ച് തന്നെ മാറും. അപ്പോൾ അതാണ് മെയിനായിട്ട് ഷോർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.